ഭാരതത്തിന്റെ സംഗീതം ആത്മീയമായ യാത്രയാണെന്നും അതിന് വലിയ പൈതൃകമുണ്ടെന്നും ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ത്യാഗരാജന്റെയും താൻസന്റെയും MS സുബ്ബലക്ഷ്മിയുടെയും സംഗീത ചരിത്രം നമുക്കുണ്ട്. സംഗീതവും ധ്യാനവും ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിപ്പിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. മ്യൂസിക് തെറാപ്പിയുടെയും മ്യൂസിക് മെഡിറ്റേഷന്റെയും സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് ചേതന ഗാനാശ്രമം വിഭാവനം ചെയ്തിരിക്കുന്നത്. The music of Bharat is spiritual journey, a meditation, a prayer, and a celebration of life. Bharat's musical heritage is as ancient as time itself. The immortal compositions of Tyagaraja continue to elevate hearts. The genius of Tansen echoes through the history. The divine voice of MS Subbulakshmi ji carried Indian music to the global stage, while the sitar of Ravi Shankar ji memorized audiences across continents. ആലപ്പുഴ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 2023-24 കാലഘട്ടത്തിലെ സംസ്ഥാന ബജറ്റിൽ ഉൾക്കൊള്ളിച്ച് 1.5 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജു ഇടക്കല്ലേൽ, അനു M കെലിനു, ജോബി ജോസ്, രാധാകൃഷ്ണൻ നായർ, KKS കുറുപ്പ് തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സഹപാഠിക്കൊരു സ്നേഹവീട് സമർപ്പണം പദ്ധതി പൂർത്തിയായി. സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് 700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വീടൊരുക്കിയത്. NSS യൂണിറ്റിന് പുറമെ സ്റ്റാഫ്, സ്കൂൾ മാനേജ്മെന്റ്, PTA, അലുമിനി, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് സ്കൂളിലെ നിർധന വിദ്യാർത്ഥിക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നത്. മാർച്ച് 3 ചൊവ്വാഴ്ച രാവിലെ തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര IAS സ്നേഹവീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ KSRTC ബസും ഫോർച്യൂണർ കാറും കൂട്ടിയിടിച്ച് അപകടം. ബസ് യാത്രക്കാരും കാറിലുണ്ടായിരുന്നവരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വളാഞ്ചേരി ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗത്തിനും കാറിന്റെ വശങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം വളാഞ്ചേരി ദേശീയപാത 66-ൽ KSRTC സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് അപകടം. അപകടത്തിൽ 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് ബസ് റോഡരികിലെ സംരക്ഷണ ഭിത്തിയിൽ ഏകദേശം 10 മീറ്ററോളം ഉരസി നിൽക്കുകയായിരുന്നു. ഭിത്തിയിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തിരുവനന്തപുരം നെടുമങ്ങാട് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. പനവൂർ സ്വദേശി ജയചന്ദ്രനാണ് പരിക്കേറ്റത്. ജയചന്ദ്രൻ ഓടിച്ച ബൈക്കിൽ കാട്ടുപന്നി ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ജയചന്ദ്രൻ റോഡിൽ വീണ് മുഖത്തും ഷോൾഡറും പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി.